بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. أما بعد، إن شاء الله ഇന്ന് സൂറത്തു ഖുറൈശ് ആണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ സൂറത്ത് മക്കിയായ സൂറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയ്ക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള സൂറത്താണ്. ഒന്ന് ഈ സൂറത്ത് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. لإيلاف قريش إيلافهم رحلة الشتاء والصيف إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف الذي أطعمهم من جوع وآمنهم من خوف ലഇലാഫി ഖുറൈശ്. ഇങ്ങനെ തൊട്ടുമുമ്പുള്ള യാ അല്ലെങ്കിൽ വാവ് ഇതിനൊക്കെ സുക്കൂന് വരികയും അതിന് തൊട്ട് ശേഷമുള്ള അക്ഷരത്തിൽ വഖഫ് ചെയ്യുക, അഥവാ നിർത്തുകയും ചെയ്താൽ അവിടെ മദ്ദ് കൊടുക്കണമെന്നാണ്. ഖുറൈശ് എന്ന് നീട്ടി വേണം നിർത്താൻ. ലഇലാഫി ഖുറൈശ്. ഖുറൈശ് ഖാഫാണ്. ലി ഈലാഫി ഹംസയാണ്. ലി ഈലാഫി ഖുറൈശ്. ഈലാഫിഹിം റിഹ്ല. ഈലാഫിഹിം എന്ന് പറയുന്നത് ഹ ആണ്. ഈലാഫിഹിം. റിഹ്ല എന്താണ്? ഹ. റിഹ്ല റാ തറഖീഖ് ചെയ്ത് ഉച്ചരിക്കുക, അതായത് റി എന്നല്ല രി. രി. റിഹ്ലതശ്ശിതാഇ. ശിതാ താ നീട്ടി ഉച്ചരിക്കുക, മദ്ദ് കൊടുക്കുക. കാരണം ഹംസ വന്നതുകൊണ്ട് അലിഫുള്ള നീട്ടാനുള്ള അലിഫിന് ശേഷം ഒരു ഹംസ വന്നു. ഷിതാ മാ സമാ അതൊക്കെ മദ്ദ് കൊടുക്കുന്നത് പോലെ ഷിതാ. പിന്നെ ഖുറൈശ് നീട്ടി നിർത്തിയതുപോലെ വസൈഫ് നിർത്തുമ്പോൾ അങ്ങനെയാണ്, കൂട്ടി ഓതുമ്പോൾ വേണ്ട. ലീലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലത്തശ്ശിതാഇ വസ്സൈഫി ഫലിയഅ്ബുദു നിർത്തുകയാണെങ്കിൽ മാത്രം. ഖുറൈശ് വസ്സൈഫ്. സ്വാദാണ്, സീനല്ല. രണ്ടർത്ഥം മാറും. സീൻ ഉപയോഗിച്ച് സൈഫ് പറഞ്ഞാൽ വാൾ എന്നാണ് അർത്ഥം. സൈഫ് എന്ന് പറഞ്ഞാൽ ഉഷ്ണകാലം. ഫല്യഅ്ബുദു റബ്ബ. റബ്ബ എങ്ങനെയാണ്? റ തഫ്ഖീം ചെയ്യണം. റാഇനെ റ എന്ന് ഉച്ചരിക്കണം. റബ്ബുൽ ആലമീൻ. അതുപോലെ ഫല്യഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്. ഖുറൈശ് സൈഫ് പോലെ അൽ ബൈത്ത്. റബ്ബ ഹാദൽ ബൈത്ത് الذي أطعمهم
അത്വാമന്റെ ആദ്യത്തിൽ ഹംസ ആ, ഒരു താ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഐനാണ്. ആ ത്വാമ രണ്ടും മാറിപ്പോകരുത്. ആദ്യ ഹംസ, താ കഴിഞ്ഞ് വരുന്നത് ഐൻ. ആ ത്വാമ, ആ ത്വാമഹും മിൻ, അത്വാമഹും എന്നതിന്റെ അവസാനത്തിലെ സുക്കൂൻ ചെയ്ത മീം, ശേഷമുള്ളത് ഹർക്കത്തുള്ള മീമാണ് അല്ലെ. അത്വാമഹും എന്നതിന്റെ അവസാനം സുക്കൂൻ ചെയ്ത മീം, പിന്നെ മിൻ എന്നതിന്റെ ആദ്യത്തിൽ ഹറക്കത്തുള്ള മീം. അപ്പൊ എന്ത് സംഭവിക്കും? ഒന്നിനെ മറ്റൊന്നിലേക്ക് ലയിപ്പിച്ച് രണ്ടാമത്തേതിന് ശബ്ദ് കൊടുത്ത് ഉച്ചരിക്കുക. ഇദ്ഗാം, അതിലേക്ക് ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. അത്വാമഹും മിൻ ജൂ. അവിടെ മിൻ എന്ന അവ്യക്തമായി ഉച്ചരിക്കാനുള്ള കാരണം സുക്കൂൻ ചെയ്ത നൂനാണത്, ശേഷം ജീമാണ്. അപ്പൊ മിൻ ജൂ കൂട്ടി ഓതുകയാണെങ്കിൽ മിൻ ജൂ മിൻ ജൂ ആമനഹും മിൻ. വീണ്ടും അവിടെ മിൻ എന്നതിൽ മിൻ എന്ന നൂനെ വെളിവാക്കി ഉച്ചരിക്കണം, കാരണം ശേഷം ഖ ആണ്, ഖൗഫിന്റെ ഖ. മിൻ ജൂഇൻ എന്ന് പറയുന്നിടത്ത് മിൻ ജൂ അങ്ങനെ. അതേസമയം മിൻ ഖൗഫ് എങ്ങനെ? മിൻ ഖൗഫ് എന്ന് തന്നെ. ഏതുപോലെ? ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. അവിടെ വെളിവാക്കി ഉച്ചരിക്കണം, രണ്ടാമത്തേത് വെളിവാക്കരുത്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. മിസ്ഖാല ദർറത്തിൻ ആണ് ആദ്യത്തേത്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. ഖൈറൻ യറ അത് വേറെ, മനസ്സിലായല്ലോ. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ, അവിടെ മിസ്ഖാല ദർറത്തിൻ എന്ന് ഖൈറിന്റെ അടുത്ത്. രണ്ടാമത്തേത് മിസ്ഖാല ദർറത്തിൻ ശർറൻ, അത് ഖാ വന്നതുകൊണ്ടാണ്. ഇൽഹാർ ചെയ്യേണ്ട 6 അക്ഷരങ്ങളുണ്ട്. ഹംസ, അതുപോലെ ഹ, ഖ, ഹ, ഐൻ, ഗൈൻ. 6 അക്ഷരങ്ങൾ സുക്കൂനുള്ള നൂനിന് ശേഷം വന്നാൽ ആ നൂനിനെ വെളിവാക്കി ഉച്ചരിക്കണം, നല്ലോണം കേൾക്കണം. ഏതുപോലെ? മിൻ ഖൗഫ് എന്നതുപോലെ. തജ്വീദിന്റെ നിയമങ്ങളാണ്. ഓതുമ്പോൾ അത് വരണം, കാണാതെ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാണാണ്ട് പഠിച്ചാൽ നല്ലത്, പക്ഷെ ഓതുമ്പോൾ വരണം. ഓതുമ്പോൾ വരാതെ പഠിച്ചിട്ട് കാര്യമില്ല. ഒരു പ്രാവശ്യം കൂടി ഓത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഇലാഫി ഖുറൈശ് إيلافهم رحلة الشتاء والصيف إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف الذي أطعمهم من جوع وآمنهم من خوف ഈ ആയത്ത്, ഈ സൂറത്തിന്റെ അർത്ഥം പറയാം. 4 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. ലി ഈലാഫി ഖുറൈശ്. ഈലാഫ് എന്ന് പറഞ്ഞാൽ കൂട്ടിയണക്കുക, സൗകര്യപ്പെടുത്തുക, സമാധാനം നൽകുക എന്നൊക്കെയാണ് അർത്ഥം. ഈലാഫി ഖുറൈശ്, ഖുറൈശികൾക്ക് സമാധാനം നൽകിയത്. അവിടെ ലി എന്ന് പറഞ്ഞാൽ അത് മലയാളത്തിൽ തന്നെ നമുക്ക് 2-3 തരത്തിൽ അർത്ഥം പറയാം. ലി ഈലാഫി ഖുറൈശ്, ഖുറൈശികൾക്ക് ഇണക്കം, സൗകര്യം നൽകാൻ വേണ്ടി എന്ന് പറയാം ലി എന്ന് ചേർത്താൽ. അതുപോലെ തന്നെ ഖുറൈശികൾക്ക് സമാധാനം, ഇണക്കം നൽകിയതിനാൽ. 2 അർത്ഥം ശ്രദ്ധിക്കുക. ഇങ്ങനെ 2 രീതിയിൽ മുഫസ്സിറുകൾ, അല്ലെങ്കിൽ സമാനമായ രീതികളിൽ മുഫസ്സിറുകൾ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. തഫ്സീർ കൂടുതൽ വായിച്ചാൽ മനസ്സിലാവും.
ഖുറൈശികൾക്ക് ഇണക്കം സൗകര്യം നൽകിയത് കൊണ്ട്. അതുപോലെ ഖുറൈശികൾക്ക് ഇണക്കം സൗകര്യം നൽകാൻ വേണ്ടി. ഓക്കെ, മനസ്സിലല്ലോ. ലീലാഫി ഖുറൈശ് ഈലാഫിഹിം, വീണ്ടും ഈലാഫിഹിം, അവർക്ക് സൗകര്യപ്പെടുത്തിയതിനാൽ, അവർക്ക് ഇണക്കം നൽകിയതിനാൽ, റിഹ്ലത, റിഹ്ല യാത്ര, റിഹ്ല യാത്ര, റിഹ്ലത ശിതാഇ, ഷിതായിന്റെ യാത്ര, ഷിതായിലെ യാത്ര. ഷിത പറഞ്ഞാൽ എന്താണ്? ശൈത്യകാലം, തണുപ്പുകാലം. വസൈഫ്, സൈഫ് എന്താ? ഉഷ്ണകാലം, ചൂടുകാലം. ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്ര അവർക്ക് സൗകര്യപ്പെടുത്തിയതിനാൽ, അവർക്ക് സൗകര്യപ്പെടുത്തിയിരിക്കുന്നു അള്ളാഹു. ഫല്യഅബുദു, അതുകൊണ്ട് ഫല്യഅബുദു, അവർ ആരാധിക്കട്ടെ. ഫല്യഅബുദു, അതുകൊണ്ട് അവർ ഇബാദത്ത് ചെയ്യട്ടെ. റബ്ബിന്, ഹാദൽ ബൈത്ത്, ഈ ബൈത്തിന്റെ റബ്ബിന്. ഏതാണ് ബൈത്ത്? അൽ കഅബ. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്ന അവ്വല ബൈത്തിൻ, ആദ്യത്തെ ബൈത്ത്, വുദിഅ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ടത്, ലല്ലദീ ബിബക്കത മുബാറകൻ, മുബാറക്കായ അനുഗ്രഹീതമായ ബക്കയിലെ ആ ഭവനമാണ്. ബക്കറ മക്ക, ഉമ്മുൽ ഖുറ, വഹുദൻ ലിൽആലമീൻ, ലോകർക്ക് മുഴുവൻ ഒരു വെളിച്ചമായിക്കൊണ്ട്, സന്മാർഗമായിക്കൊണ്ട്. അള്ളാഹു ബൈത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, പള്ളികളെ ബൈത്ത്. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ യുദ്കറ അൻ യുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു, അള്ളാഹുവിന്റെ പേര് ഉയർത്താൻ, ഓർമ്മിക്കപ്പെടാൻ അള്ളാഹു ഇതിന് നൽകിയിട്ടുള്ള അവന്റെ ഭവനങ്ങൾ, പള്ളികൾ. അവിടെ ഉണ്ട് റിജാലുൻ ഫീഹി റിജാലുൻ, അവിടെ ചില ആളുകളുണ്ട്, ലാ തുൽഹീഹിം തിജാറത്തുൻ, അവരെ കച്ചവടമോ ഒന്നും അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് തെറ്റിച്ച് കളയാത്ത ആളുകൾ അതിലുണ്ട് എന്ന് അള്ളാഹു പള്ളികളെ കുറിച്ച് പറഞ്ഞു. ബൈത്ത്, ബുയൂത്ത്, അള്ളാഹുവിന്റെ ഭവനം. ഈ ബൈത്തിന്റെ, ഈ കഅബയുടെ റബ്ബായ റബ്ബിനെ അവർ ആരാധിക്കട്ടെ. അല്ലദീ, അവൻ, ഏതൊരുവനാണോ, ആ റബ്ബാരാണോ അവൻ, അത്അമഹും, അവർക്ക് ഭക്ഷണം നൽകിയിരിക്കുന്നു. അത്അമ പറഞ്ഞാൽ ഭക്ഷണം നൽകുക, അത്അമ, താം ഭക്ഷണം. അത്അമഹും, അവർക്ക് ഭക്ഷണം നൽകിയിരിക്കുന്നു. മിൻ ജൂഇൻ, ജൂ എന്താ? വിശപ്പ്. വിശപ്പിൽ നിന്ന് അവർക്ക് അള്ളാഹു ഭക്ഷണം നൽകിയിരിക്കുന്നു. വിശപ്പിൽ നിന്ന് അള്ളാഹു അവരെ മോചിപ്പിച്ച് ഭക്ഷണം നൽകിയവൻ അവൻ ആരാണോ. വആമനഹും, അവർക്ക് അള്ളാഹു അമ്ന് നൽകിയിരിക്കുന്നു. അമ്നെന്താ? നിർഭയത്വം. നിർഭയത്വം അള്ളാഹു അവർക്ക് നൽകിയിരിക്കുന്നു. മിൻ ഖൗഫ്, ഖൗഫിൽ നിന്ന്, ഭയത്തിൽ നിന്ന്. അവർക്ക് വിശപ്പിന് ശേഷം ഭക്ഷണം നൽകിയവൻ, ഭയത്തിന് ശേഷം നിർഭയത്വം നൽകിയവൻ ആരോ, ആ റബ്ബിനെ, ഈ ബൈത്തിന്റെ റബ്ബിനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ. അവർക്ക് ഷിത്തായിലെയും സൈഫിലെയും യാത്രകൾ സൗകര്യപ്പെടുത്തിയവൻ ആർക്ക്? ഖുറൈശികൾക്ക്. ഇതാണ് ഇതിന്റെ വാക്കർത്ഥം. ഇനി തഫ്സീറിലേക്ക് കടക്കാം. അല്ലാമ അബ്ദുറഹ്മാൻ ഇബ്ൻ നാസിർ അസ്സഅദി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ തഫ്സീർ ഞാൻ വായിക്കാം. അദ്ദേഹം പറയാണ്, ശ്രദ്ധിക്കുക. قال كثير من المفسرين إن الجار والمجرور متعلق بالسورة التي قبلها. ഈ സൂറത്തിൽ തുടക്കത്തിൽ ഒരു ജാർ, അതായത് ഈ ലാം ഉണ്ടല്ലോ, ആദ്യത്തെ ലാം, ലി എന്ന് ഞാൻ പറഞ്ഞു. ലി വന്നതുകൊണ്ടാണ് അവിടെ ഇലാഫി എന്ന് വന്നിട്ടുള്ളത്. ഇലാഫി, അവിടെ കെസർ ചെയ്യാൻ കാരണം എന്താണ്? ലി വന്നതുകൊണ്ടാണ്. കെസർ കൊടുക്കുന്ന വാക്കുള്ള ഫി, മിൻ, ഇല, അല എന്നൊക്കെ ഒരു പേരിന്റെ മുന്നിൽ വന്നാൽ ആ പേരിന്റെ അവസാനം കെസറാവും. ഫിൽ ബൈത്തി എന്ന് പറയാം, ഫിൽ മസ്ജിദി, അലൽ മസ്ജിദി, അലശാരിഇ, അനിശാരി എന്നൊക്കെ. അതുപോലത്തെ ഒരു വാക്കാണ് ലി. ലീലാഫി, ലമ്മിന് പകരം കെസറാക്കാനുള്ള കാരണം, സാധാരണ അത് അടിസ്ഥാനപരമായി ലമ്മാണ് ഉണ്ടാവുക. ഈലാഫുൻ എന്നാണ് വാക്ക്. കെസറാൻ കാരണം ലീലാഫി. ആ ലി എന്ന് പറഞ്ഞാൽ ആ ലി തൊട്ടു മുമ്പുള്ള സൂറത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഒരുപാട് മുഫസ്സിറുകൾ പറഞ്ഞിരിക്കുന്നു. നമ്മൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ പിന്നിൽ എടുത്തു പോകുന്നത് കൊണ്ടാണ്. തൊട്ടു മുമ്പുള്ള സൂറത്ത് ഏതാ? അലം
തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അല്ലാഹു സുബ്ഹാനഹു വതആല ആനക്കാരെ എന്ത് ചെയ്തു എന്ന് നീ അറിഞ്ഞില്ലേ, നീ കണ്ടില്ലേ? അവരെങ്ങനെയാണ് അല്ലാഹു അവരെ കൊണ്ട് പ്രവർത്തിച്ചത്? അവസാനം പറഞ്ഞു ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ, തിന്നു തീർത്ത വൈക്കോല് പോലെ അല്ലാഹു അവരാക്കി തീർത്തു. ലിഇലാഫി ഖുറൈശ്, ഖുറൈശികൾക്ക് സൗകര്യത്തിന് വേണ്ടി. മനസ്സിലായല്ലോ? ഖുറൈശികൾക്ക് ഇണക്കത്തിന് വേണ്ടി, അവർക്ക് സമാധാനം ഉണ്ടാകാൻ വേണ്ടി എന്ന് ഈ ആയത്തിനെ തൊട്ടു മുമ്പുള്ള സൂറത്തുമായി ഒരുപാട് മുഫസ്സിറുകൾ ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു. മനസ്സിലായല്ലോ? ലിഇലാഫി ഖുറൈശ് ഫഅൽനാ മാ ഫഅൽനാ ബിഅസ്ഹാബിൽ ഫീൽ. അല്ലാമത്തു സഅദി റഹിമഹുല്ലാഹ് പറയുകയാണ് ഫഅൽനാ മാ ഫഅൽനാ ബിഅസ്ഹാബിൽ ഫീൽ, ആനക്കാരെ നാം ചെയ്തതെന്തോ അത് നാം ചെയ്തു. ലിഅജലി ഖുറൈശ്, ആർക്ക് വേണ്ടിയാണ്? ഖുറൈശികൾക്ക് വേണ്ടി. വഅംനിഹിം, അവരുടെ നിർഭയത്വത്തിനു വേണ്ടി. വസ്തിഖാമത്തി മസാലിഹിഹിം, അവരുടെ ഒരുപാട് മസ്ലഹത്തിന് വേണ്ടി, അവരുടെ സൗകര്യങ്ങൾ അത് നിലനിൽക്കാൻ വേണ്ടി. വൻതിളാമി റിഹ്ലതിഹിം, അവരുടെ യാത്ര അത് സൗകര്യമുണ്ട്, അതിനൊരു ഘടന ഉണ്ടാകാൻ വേണ്ടി. കാരണം ഈ ബൈത്തിന്റെ ആളുകളാണിവർ എന്നതാണ് അവർക്കെല്ലാ നാടുകളിലും നിർഭയരായി സഞ്ചരിക്കാൻ സൗകര്യം നൽകുന്നത്. ആ ബൈത്ത് പൊളിച്ചാലോ അത് പോയി. മനസ്സിലായല്ലോ? കഅബയുടെ ആളുകൾ എന്നുള്ളതാണ് ഖുറൈശികൾക്ക് അറബികൾക്കിടയിൽ ശ്രേഷ്ഠതയുള്ളത്. എവിടെ പോയാലും അവരാരും ഒന്നും ചെയ്യില്ല, അവരെ കൂടെ അവരൊന്നും ചെയ്യില്ല. ആ ഹറം പ്രദേശത്തിന് അള്ളാഹു നിർഭയത്വം നൽകിയതുപോലെ അവർ പുറത്തു പോയാലും അവർക്ക് നിർഭയത്വം അള്ളാഹു നൽകിയിട്ടുണ്ട്. കഅബ പൊളിഞ്ഞാൽ അത് പോയില്ലേ? അള്ളാഹു അത് പൊളിക്കാൻ സമ്മതിച്ചില്ല. ഖുറൈശികൾക്ക് കൊടുത്ത വലിയ അനുഗ്രഹമാണ്. അവരുടെ യാത്ര അള്ളാഹു അത് മുഖേന സൗകര്യപ്പെടുത്തി. ഫിശ്ശിതാഇ ലിൽ യമൻ, ശിതായിൽ അവരെവിടത്തേക്കാണ് പോയിരുന്നത്? യമനിലേക്ക്. ശൈത്യകാലത്ത്, തണുപ്പ് കാലത്ത് അവർ പോയിരുന്നത് യമനിലേക്കാണ് കച്ചവടത്തിന്. കച്ചവടക്കാരായിരുന്നു ഖുറൈശികൾ. അതുപോലെ വസ്സൈഫി ലിശ്ശാം, സൈഫിൽ എവിടത്തേക്കാണ് പോയത്? ഷാമിലേക്കാണ്. ഷാം എന്ന് പറഞ്ഞാൽ സിറിയയും ജോർദാനും ഫലസ്തീനും ഒക്കെ ഉൾപ്പെടുന്ന, ജൂതന്മാരെ നാടും ഒക്കെ ഉൾപ്പെടുന്ന വലിയ പ്രദേശത്തിനാണ് ഷാം എന്ന് മുമ്പ് പ്രയോഗിച്ചിട്ടുണ്ട്. അള്ളാഹു ബറക്കത്ത് നൽകിയിട്ടുള്ള ഒരുപാട് പ്രവാചകന്മാർ താമസിച്ചിരുന്ന നാടാണ് ഷാം. യമനിനും അതുപോലെ ഒരുപാട് പ്രത്യേകതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം, യമനിനെയും യമനികളെയും കുറിച്ച്. യമനിലേക്ക് അവർ ഷിതായിൽ തണുപ്പ് കാലത്ത് യമനിലേക്കും ഉഷ്ണകാലത്ത് ഷാമിലേക്കുമായിരുന്നു കച്ചവടത്തിന് വേണ്ടി പോയിരുന്നത്. ലി അജലി തിജാറ വൽ മക്കാസിബ്, അവരുടെ സമ്പാദിക്കാനും കച്ചവടത്തിനും ആയിരുന്നു അവർ പോയിരുന്നത്. ഫഅഹ്ലകല്ലാഹു മൻ അറാദഹും ബിസൂഇൻ, ആ കഅബയെ ദുഷ്ടലക്ഷ്യത്തോടെ കഅബയെ ഉദ്ദേശിച്ച് വന്ന ആളുകളെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു. ആരാത്? അബർഹത്തും ആളുകളും. ഇൻഷാ അല്ലാഹ് അടുത്ത സൂറത്ത് വരുമ്പോൾ അത് പറയാം. വഅദുമ അംറുൽ ഹറം വ അഹ്ലിഹി ഫീ ഖുലൂബിൽ അറബ്, ഇതോടുകൂടി ഹറമിന്റെ സംരക്ഷകരായ ഈ ഖുറൈശികളെ കുറിച്ച് അറബികളുടെ മനസ്സിൽ അവരുടെ സ്ഥാനം കൂടുതൽ ഉയർന്നു. മഹത്വം വരെ സ്ഥാനം കിട്ടിയവർക്ക്. കാരണം ഈ കാര്യം എല്ലാവരും അറിഞ്ഞു. മനസ്സിലായല്ലോ? കഅബ നശിപ്പിക്കാൻ വന്ന ആളുകൾ അള്ളാഹു നശിപ്പിച്ചത് എല്ലാവരും അറിഞ്ഞു. അപ്പൊ അതിന്റെ ശ്രേഷ്ഠത ഒന്നുകൂടി വർദ്ധിച്ചു. അവരുടെ സ്ഥാനം അറബികളുടെ മനസ്സിൽ, ബാക്കിയുള്ള അറബികളുടെ മനസ്സിൽ ഒന്നുകൂടി മഹോന്നതമായി. ഹത്താ ഇഹ്തറമൂഹും വലം യഅ്തരിദൂ ലഹും ഫീ അയ്യി സഫരിൻ അറാദു, അതുകൊണ്ട് അവർ ബഹുമാനിക്കപ്പെട്ടു. ആളുകൾ അവരെ ബഹുമാനിച്ചു. അവരേത് യാത്ര പോകാനും അവർക്ക് യാതൊരു തടസ്സം ഉണ്ടായില്ല. എവിടത്തേക്ക് പോകാനും ഒരു ബുദ്ധിമുട്ടില്ല. ആരും അവരെ ദ്രോഹിക്കില്ല. പണ്ടത്തെ അറബികൾ എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലുള്ള പതിവെന്താ, യാത്രാ സംഘങ്ങൾ കൊള്ളയടിക്കപ്പെടും. കൊള്ളക്കാരുണ്ടാവും മരുഭൂമിയിൽ. അവർ വന്ന് കൊള്ളടിച്ചു പോയാൽ പിന്നെ ഒന്നുമില്ലാതെയായി. അത് പതിവാണ്. അതൊന്നും അറബികൾ ഇവരെ സംബന്ധിച്ചിടത്തോളം, ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല. അവരെ കൂടെ കൂടിയവർക്കും പ്രശ്നമില്ല. അവരെ കൂടെ, ഖുറൈശികളെ കൂടെ പോയാൽ നല്ല നിർഭയത്വം. വലിഹാദ അമറഹുമുല്ലാഹു ബിശുക്ർ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുകയാണ് ശുക്ർ കാണിക്കാൻ, കൽപ്പിക്കുകയാണ് അല്ലാഹു അവരോട്. ഫഖാല, അതുകൊണ്ട് അല്ലാഹു അവരോട് പറയുന്നു ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്, ഈ ബൈത്തിന്റെ റബ്ബിനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ. ഐ ലിയുവഹിദൂ, യഅ്ബുദൂ എന്ന് പറഞ്ഞാൽ യുവഹിദൂ,
അവനെ മാത്രം ആരാധിച്ചു കൊള്ളട്ടെ, തൗഹീദ് അവർ സ്വീകരിച്ചു കൊള്ളട്ടെ. വയുഖ്ലിസു ലഹുൽ ഇബാദ, ഇബാദത്ത് നിഷ്കളങ്കമായി അവന് മാത്രമാക്കി കൊള്ളട്ടെ അവർ. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ്. അല്ലാഹുവിനുള്ളതാണ് ഖാലിസായ ദീൻ, ഒരു കളങ്കവുമില്ലാത്ത കീഴ്വണക്കം, ഇബാദത്ത് അത് അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ടതാണ്, റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്. അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. ഈ കഅബ മുഖേന അള്ളാഹു അവർക്ക് ഭക്ഷണം നൽകി, കച്ചവടം ചെയ്യാൻ അവർക്ക് അള്ളാഹു സൗകര്യപ്പെടുത്തി, അതുപോലെ നിർഭയത്വം നൽകി, പേടിയില്ലാണ്ടാക്കി. അങ്ങനെയുള്ളവനാണ് ഈ കഅബയുടെ റബ്ബ്. ഫറഖ്ദുർ റിസ്ഖി വൽ അംനു മിനൽ മഖാവിഫ് മിൻ അക്ബരി നിഅമി ദുനിയവിയ്യ. നല്ല ഭക്ഷണം കിട്ടുക, ഇത് നമ്മൾ ശ്രദ്ധിക്കുക. ഈ സൂറത്തുള്ള പാഠമാണിത്. നല്ല ഭക്ഷണം നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ, ഒരു പട്ടിണിയില്ലാതെ. പണ്ടത്തെ ആളുകൾ, ഈ നാട്ടിൽ നമ്മൾ ജീവിക്കുന്ന ഈ നാട്ടിൽ ജീവിച്ച ആളുകൾ എത്ര പട്ടിണി കിടന്നിട്ടുണ്ട്? പ്രായമുള്ളവരോട് ചോദിച്ചു നോക്ക്. പട്ടിണി കിടന്ന ആളുകൾ, ബുദ്ധിമുട്ടിയ ആളുകൾ, ഇനി പൈസ ഉള്ള ആളുകൾക്ക് വരെ സാധനങ്ങൾ സുലഭമായി കിട്ടാത്ത അവസ്ഥ ഉണ്ടായിട്ടില്ലേ? അരി പോലും വീട്ടിൽ വെക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടില്ല നമ്മുടെ നാട്ടിൽ പോലും. ഫറഖ്ദുർ റിസ്ഖ്, സുഭിഷ്ടമായ ഭക്ഷണം, വൽ അംനു മിനൽ മഖാവിഫ്, അതുപോലെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്നുള്ള നിർഭയത്വം, മിൻ അക്ബരി നിഅമി ദുനിയവിയ, ദുനിയാവിലെ വലിയ നിഅമത്തുകളിൽപ്പെട്ട അള്ളാഹുവിന്റെ നിഅമത്തുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ജസദിഹി ഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വലിയ ആശയം അടങ്ങുന്ന ഹദീസാണിത്. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആമിനൻ ഫീ സിർബി, അവന്റെ കുടുംബത്തിൽ, വീട്ടിൽ, അവന്റെ പ്രദേശത്ത് അവൻ നിർഭയനാണ്. നമ്മൾക്ക് രാവിലെ എണീക്കുമ്പോൾ അങ്ങനെയല്ലേ, ഒരു ബോംബൊന്നും വീഴാനില്ല, യുദ്ധമൊന്നും നടക്കുന്നില്ല, ആരും നമ്മളെ കൊല്ലാനൊന്നും വരുന്നില്ല എന്നൊരു നിർഭയത്വം അതുണ്ടെങ്കിൽ, മുആഫൻ ഫീ ജസദി, തടിക്ക് ആരോഗ്യമുണ്ടെങ്കിൽ, ശരീരത്തിൽ ആരോഗ്യമുണ്ട് രാവിലെ എണീക്കുമ്പോൾ, ഇൻദഹു ഖൂത്ത് യൗമി, അന്ന് തിന്നാനുള്ള ഭക്ഷണം ഉണ്ടെങ്കിൽ, നമ്മൾക്ക് എത്ര ഭക്ഷണമുണ്ട്, അന്ന് തിന്നാനുള്ള ഭക്ഷണം, അതുപോലെ നിർഭയത്വം, അതുപോലെ ശരീരത്തിൽ ആരോഗ്യം ഉണ്ടെങ്കിൽ, ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ, അവന് ദുനിയാവ് മുഴുവൻ കിട്ടിയതുപോലെ. മറ്റൊരു ഹദീസിലുള്ളത് ദുനിയാവും അതിലുള്ളത് മുഴുവൻ കിട്ടിയതുപോലെ. സുബ്ഹാനല്ലാഹ്, അത്ര വലിയ അനുഗ്രഹമാണ് നിർഭയത്വം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറഞ്ഞ അനുഗ്രഹമാണിത്. അല്ല, സീറു ഫീഹാ ലയാലിയ വ അയ്യാമൻ ആമിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സബ എന്ന നാട്ടിൽ ജീവിച്ച ആളുകളോട് പറഞ്ഞു, അവർക്ക് നിർഭയത്വം കൊടുത്തു. എന്നിട്ട് ആ അനുഗ്രഹം അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു. അവരോട് പറയപ്പെട്ടു, സീറു ഫീഹ, നിങ്ങൾ യാത്ര ചെയ്തോളൂ, ലയാലിയ, രാത്രിയും, അതുപോലെ അയ്യാമൻ, പകലിലും, ആമിനീൻ, അങ്ങനെ നിർഭയത്വത്തോടെ യാത്ര ചെയ്തോളൂ. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നിർഭയത്വം എന്ന് പറയുന്നത് അംന്, വലിയ അനുഗ്രഹമാണ്. നിർഭയത്വമില്ലെങ്കിൽ മനുഷ്യന് ഭക്ഷണം കഴിക്കാൻ പറ്റൂല, അവൻ അള്ളാഹു നൽകിയിട്ടുള്ള ബാക്കി സുഖങ്ങൾ അനുഭവിക്കാൻ കഴിയില്ല. പേടിയുള്ള ഒരു മനുഷ്യന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അഹങ്കാരവും ലാ ഇലാഹ ഇല്ലല്ലയുടെ ഷർത്തായിട്ടുള്ള ഖബൂലിനെ സ്വീകരിക്കാൻ നമുക്ക് തടസ്സമായി വരുന്ന കാര്യമാകുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം, ലാ ഇലാഹ ഇല്ലല്ലയുടെ ഷർത്തിന്, ഖബൂൽ എന്ന ഷർത്തിന് കോട്ടം സംഭവിക്കുന്ന അതിന്റെ എതിർഭാഗമായ റദ്ദ്, അതിൽപ്പെട്ടതാകുന്നു ബിനഖ്ലി ശർത്തി സാലിസ് മിൻ ശുറൂത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് മൻ യഅ്തരിദു അലാ ബഅദിൽ അഹ്കാമി ശർഇയ്യ. അല്ലാഹുവിന്റെ ശർഇൽപ്പെട്ട ഏതെങ്കിലും അഹ്കാമുകളിൽ നിന്ന് ആരെങ്കിലും പുറംതിരിയുകയാണെങ്കിൽ, ഔ അലാ ബഅദിൽ ഹുദൂദി വയറുദ്ദുഹാ, അല്ലാഹുവിന്റെ ദീനിൽപ്പെട്ടിട്ടുള്ള ചില ഹുദൂദുകൾ അതിനാരെങ്കിലും നിരാകരിക്കുകയാണെങ്കിൽ, കല്ലദീന യഅ്തരിദൂന അലാ ഹദ്ദി സരിഖ, മഹാനായ സഈദ് റസ്ലാൻ ഹഫിളഹുല്ല പറയുന്നു, അതിന് ഉദാഹരണമായി ചില ആളുകൾ, മോഷ്ടിച്ചവനുള്ള ശിക്ഷാ നടപടി എന്താണ് ഇസ്ലാമിൽ? അവന്റെ കൈ മുറിക്കുക, അവന്റെ കൈപ്പടം മുറിക്കുക എന്നുള്ളത്. ചില ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ വല്ലദീന യഅ്തരിദൂന അലാ ഹദ്ദി സിന, വ്യഭിചാരിക്കുള്ള ശിക്ഷ എന്താണ്? ശിക്ഷാ നടപടി എന്താണ്? അവനെ അവിവാഹിതനാണെങ്കിൽ അടിക്കുക, 100 അടി അടിക്കുക. വിവാഹിതനാണെങ്കിൽ അവൻ എറിഞ്ഞു കൊല്ലുക. ചില ആളുകൾക്ക് അത് അംഗീകരിക്കാൻ, അതിനെ സ്വീകരിക്കാൻ മനപ്രയാസമാണ്. അവർ അതിനെ
പുറന്തിരിയുന്നു. വല്ലദീന യഅ്തരിദൂന അലാ തഅദ്ദുദി സൗജാത്ത്, അതോടൊപ്പം ബഹുഭാര്യത്വം, ഇസ്ലാമിലെ ബഹുഭാര്യത്വത്തെ സ്വീകരിക്കാനുള്ള സന്നദ്ധതയില്ലായ്മ ചില ആളുകൾക്ക് ഇക്കാലഘട്ടത്തിൽ ഉണ്ടാകുന്നു. ഒക്കെ ശരിയാണ്, പക്ഷേ ആ ബഹുഭാര്യത്വം ഉണ്ടല്ലോ എന്ന് ചില ആളുകൾ അറിയാതെ പറഞ്ഞു പോകുന്നു. വഹാദ കുല്ലുഹു ദാഖിലുൻ ഫി റദ്ദി വഅദമിൽ ഖബൂലി ലിലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതെല്ലാം ലാ ഇലാഹ ഇല്ലല്ലയുടെ മൂന്നാമത്തെ ഷർത്തായ ഖബൂലിനെ ബാധിക്കുന്ന, അതിന്റെ എതിർഭാഗമായ റദ്ദിലേക്ക് പോകുന്ന കാര്യങ്ങളാകുന്നു. ചില ആളുകൾ പറയുന്നുണ്ടല്ലോ, ഈ 21-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് സ്വീകരിക്കാൻ വകുപ്പില്ല, എല്ലാം നോക്കിയാൽ നമുക്ക് ജീവിക്കാൻ നമ്മൾ തയ്യാറല്ല എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അത് സാർവകാലിക പ്രസക്തമല്ല. അത് അന്നത്തെ കാലത്തേക്ക് അത് സ്യൂട്ടബിൾ ആയിരുന്നു. ഇന്ന് പിന്നെ കട്ടവന്റെ കൈമുറിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് കൂടിപ്പോയി. വിവാഹിതനായ വിചാരിയെ എറിഞ്ഞുകൊല്ലുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ക്രൂരമായി പോയി എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. ഇത് ലാ ഇലാഹ ഇല്ലല്ലയുടെ മൂന്നാമത്തെ ഷർത്തായ ഖബൂലിനെ ബാധിക്കുന്ന, അതിന്റെ എതിരായ റദ്ദിലേക്ക് പോകുന്ന കാര്യമാകുന്നു, കുഫ്റിലേക്ക് എത്തിച്ചേരാവുന്ന വാചകങ്ങളാകുന്നു. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇതാകുന്നു ലാ ഇലാഹ ഇല്ലല്ലയുടെ ഷർത്തായിട്ടുള്ള ഖബൂൽ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഖുറൈശികൾക്ക് 7 പ്രത്യേകതകൾ നൽകിയിരിക്കുന്നു. 7 കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു ഖുറൈശികൾക്ക് ഫദ്ൽ നൽകിയിരിക്കുന്നു, ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. അന്നീ മിൻഹും, ഞാൻ അവരിൽ പെട്ടവനാണ്. വ ഇന്ന നുബുവത ഫീഹിം, പ്രവാചകത്വം അവരിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൂട്ടത്തിലാണ്, അതുകൊണ്ട് തന്നെ പ്രവാചകത്വവും അവരിലാണ്. വൽ ഹിജാബത വസ്സിഖായത ഫീഹിം, ഹിജാബത്തും സിഖായത്തും അവരിലാണ്. ഹിജാബത്ത് എന്ന് പറഞ്ഞാൽ കഅബയെ സംരക്ഷിക്കാനുള്ള ചുമതല, കഅബയുമായി ബന്ധപ്പെട്ട സേവനങ്ങളൊക്കെ ഹിജാബ എന്ന വാക്കിൽ ഉദ്ദേശിക്കപ്പെടും. അതിന്റെ സംരക്ഷകരാരാണ്? ഖുറൈശികളാണ്. വസ്സിഖായ, സിഖായ എന്ന് പറഞ്ഞാൽ ഹജ്ജിന് വരുന്ന ആളുകൾക്ക് വെള്ളം കൊടുക്കുക. അതിനൊരു പ്രത്യേക സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥാനവും ആർക്കാണ്? ഖുറൈശികൾക്കാണ്. ഹജ്ജിന് വരുന്ന ആളുകൾക്ക് പാനീയങ്ങൾ നൽകുക. വഅന്ന അല്ലാഹ നസറഹും അലൽ ഫീൽ, അടുത്ത പ്രത്യേകത എന്താണ്? അള്ളാഹു ആനക്കാർക്കെതിരിൽ, ആനയും കൊണ്ട് കഅബ വിളിക്കാമെന്ന ആളുകൾക്കെതിരിൽ അള്ളാഹു അവരെ സഹായിച്ചു, ഖുറൈശികളെ സഹായിച്ചു. അതാണ് ഒന്ന്. മറ്റൊന്ന് അതുപോലെ മറ്റൊന്ന് വഇന്നഹും അബദുല്ലാഹ 10 സിനീൻ ലാ യഅബുദുഹു ഗൈറഹും, അവർ 10 കൊല്ലം അവർ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചു, വേറെ ആരെയും ആരാധിക്കാതെ. അങ്ങനെ ഒരു സംഭവം, ഒരു കാലഘട്ടം ഖുറൈശികളുടെ ചരിത്രത്തിലുണ്ടായിരുന്നു. വഅന്ന അല്ലാഹ അൻസല ഫീഹിം സൂറത്തൻ മിനൽ ഖുർആൻ, ഇതാണ് അവസാനത്തെ. അള്ളാഹു അവരിൽ ഒരു സൂറത്ത് അവതരിപ്പിക്കുകയുണ്ടായി. സുമ്മ തലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലഇലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ് ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് ഓതി. 7 പ്രത്യേകതകൾ. ഞാൻ അവരിൽപ്പെട്ടവനാണ്, പ്രവാചകത്വം അവരിലാണ്, അതുപോലെ ഹിജാബ അവരിലാണ്, സിഖായ അവരിലാണ്, ഫീലുകാർക്കെതിരിൽ അള്ളാഹു അവരെ സഹായിച്ചു. അതുപോലെ അവർ 10 വർഷം അള്ളാഹിനെ മാത്രം ആരാധിച്ചു, മറ്റാരെ ആരാധിച്ചില്ല. അതുപോലെ അള്ളാഹു അവരെക്കുറിച്ചൊരു സൂറത്ത് ഇറക്കുകയുണ്ടായി. എത്രനായി? ഞാൻ അവരിൽപ്പെട്ടവനാണ്, പ്രവാചകത്വം അവരിലാണ്, ഹിജാബത്ത് അവർക്കാണ്, സിഖായത്ത് അവർക്കാണ്, അള്ളാഹു ഫീലുകാർക്കെതിരിൽ അവർ സഹായിച്ചു. അതുപോലെ 10 കൊല്ലം അള്ളാഹുവിനെ മാത്രം അവരാരാധിച്ചു. അതുപോലെ ഖുർആൻ അവരുടെ വിഷയത്തിൽ അള്ളാഹു ഒരു സൂറത്ത് ഇറക്കി. അന്നീ മിൻഹും വ ഇന്ന നുബുവത ഫീഹിം എന്നതിനെ 2 എണ്ണിയാൽ 7 കറക്റ്റാണ്. ഞാൻ അവരിൽപ്പെട്ടവനാണ്, അതുപോലെ പ്രവാചകത്വം അവരിലാണ്. അപ്പോൾ 7. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പറഞ്ഞ ഹദീസാണ്. ഇത് ഹസൻ ആണെന്ന് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിൽസിലത്തുൽ അഹാദീസ് സഹീഹയിൽ 1944 നമ്പറായി ഈ ഹദീസ് കാണാം. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ താരീഖുൽ കബീറിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. സഹീഹ് ബുഖാരിയിലല്ല, താരീഖുൽ കബീർ എന്ന കിതാബിൽ. ഇനി ഇബ്നു കസീർ പറയുകയാണ്, ഹാദിഹി സൂറ മഫ്സൂല അനില്ലതി ഖബ്ലഹാ ഫിൽ മുസ്ഹഫിൽ ഇമാം. ഈ സൂറത്ത്
ഇമാമായ മുസ്ഹഫ്, അതായത് മാതൃകയായ മുസ്ഹഫ് ഉണ്ടല്ലോ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ മാതൃകയാക്കി സ്വീകരിച്ച മുസ്ഹഫിൽ, മുസ്ലിമീങ്ങളെല്ലാവരും യോജിച്ച മുസ്ഹഫിൽ ഈ സൂറത്തും അതിന്റെ മുന്നിലുള്ള സൂറത്തും വേറെ വേറെ തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ പ്രത്യേകം പറയാനുള്ള കാരണം ഇമാം ഖുർത്തുബി ഒക്കെ പറയുന്നുണ്ട്, പല ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മുസ്ഹഫിൽ ഈ രണ്ട് സൂറത്ത് ഒന്നായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഫജഅലഹും കഅസ്ഫിൻ മഅകൂലിൻ ലീലാഫി ഖുറൈശ്. അങ്ങനെ അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും യോജിച്ച ഇമാം ആയ മുസ്ഹഫിൽ, മാതൃക മുസ്ഹഫിൽ ഇത് വേറെ വേറെ തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കതബു ബൈനഹുമാ സത്ർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാത്രമല്ല ഈ രണ്ട് സൂറത്തുകൾക്കിടയിൽ ബിസ്മി രേഖപ്പെടുത്തപ്പെട്ടു. രണ്ട് സൂറത്തായിട്ട് തന്നെയാണ് മുസ്ലിം ഉമ്മത്ത് ഇജ്മാ ആയി ഇതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. വഇൻ കാനത് മുതഅല്ലിഖ ബിമാ ഖബ്ലഹ, പക്ഷേ ഇത് മുമ്പുള്ള സൂറത്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും വേറെ വേറെ സൂറത്തുകളായിട്ടാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അതുപോലെ അദ്ദേഹം പറയുകയാണ് ഈലാഫി ഖുറൈശ്, അല്ലാഹു സുബ്ഹാനഹു വതആല ഈലാഫി ഖുറൈശ്, ഞാൻ പറഞ്ഞ ഒരു വിശദീകരണം എങ്ങനെയാണ്, തൊട്ടു മുമ്പത്തുള്ള ആയത്തിനോട് ചേർത്തിട്ട് അവരെ നശിപ്പിച്ചു ഇവർക്ക് സൗകര്യപ്പെടുത്താൻ വേണ്ടി. പിന്നെ ലി എന്നതിന് നമുക്ക് എന്തർത്ഥം പറയാം, ഞാൻ പറഞ്ഞു അങ്ങനെ സൗകര്യപ്പെടുത്തിയതിനാൽ ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, അങ്ങനെയും വിശദീകരണം വന്നിട്ടുണ്ട്. അൽ മുറാദു ബിദാലിക മാ കാനു യലഫൂന മിനർ റിഹ്ല ഫി ശിതാഇ ഇലൽ യമൻ വഫി സൈഫി ഇല ശാം ഫിൽ മതാജിരി വഗൈരി ദാലിക്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ അള്ളാഹു അവർക്ക് സൗകര്യപ്പെടുത്തി എന്ന് പറഞ്ഞാൽ രണ്ട് കാലത്തെ രണ്ട് യാത്രകൾ. ജനങ്ങൾക്ക് അവരുടെ മനസ്സിൽ ഇവരെ കുറിച്ചുള്ള മഹത്വം കാരണത്താൽ നിർഭയരായി യാത്ര കഴിഞ്ഞ് ഇവർ മടങ്ങി വരും. ലികൗനിഹിം സുക്കാനു ഹറമില്ലാഹ്, അള്ളാഹുവിന്റെ ഹറമിന്റെ അടുത്തുള്ള താമസക്കാരാണ് അവർ എന്നതിനാൽ. ഫമൻ അറഫഹും ഇഹ്തറമഹും, അവരാര് തിരിച്ചറിഞ്ഞോ അവർ ഇവരെ ഖുറൈശികൾ ബഹുമാനിക്കും. ബൽമൻ സൂഫിയ ഇലൈഹിം വസാറമാഹും അമിന ബിഹിം, നേരത്തെ പറഞ്ഞാണ് അവരെ കൂടെ കൂടിയവർ വരെ നിർഭയരാകും. വഹാദാ ഹാലുഹും ഫി അസ്ഫാരിഹിം വരിഹ്ലതിഹിം ഫി ശിതാഇഹിം വസൈഫിഹിം, ഉഷ്ണകാലത്തും ശൈത്യകാലത്തൊക്കെ യാത്രയിൽ ഇവരുടെ അവസ്ഥ ഇതാണ്. വഅമ്മാ ഫി ഹാലി ഇഖാമതിഹിം, എന്നാൽ നാട്ടിൽ നിൽക്കുമ്പോൾ അവരുടെ അവസ്ഥ എന്താണ്? ഫകമാ ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അൻകബൂത്തിൽ 67-ാമത്തെ ആയത്തിൽ പറഞ്ഞു, അവലം യറൗ അന്നാ ജഅൽനാ ഹറമൻ ആമിനൻ വയുതഖത്തഫു الناസു മിൻ ഹൗലിഹിം, അവർ കാണുന്നില്ലേ അവർക്ക് നാം ഒരു ഹറമുൻ ആമിൻ, അതായത് നിർഭയത്വമുള്ള ഒരു ഹറം നാം അവർക്ക് ഏർപ്പെടുത്തി കൊടുത്തത് അവർ കാണുന്നില്ലേ. വയുതഖത്തഫു الناസു മിൻ ഹൗലിഹിം, അതിന്റെ ചുറ്റുഭാഗത്ത് നിന്ന് ആളുകൾ റാഞ്ചിയെടുക്കപ്പെടുന്നു. ചുറ്റുഭാഗത്തൊക്കെ കുഴപ്പമാണ്, പക്ഷെ ഹറമിന്റെ അകത്ത് കയറി ആരും കുഴപ്പമുണ്ടാക്കൂല, അതിന്റെ അകത്ത് കയറിയാൽ നിർഭയനായി എന്നത് അള്ളാഹു അവർക്ക് കൊടുത്തിട്ടില്ലേ എന്ന് അള്ളാഹു പറയുണ്ടായി. വലിഹാദാ ഖാല തആല, അതുകൊണ്ടാണ് ഈ സൂറത്തിലും അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഖാല ഇബ്നു ജരീർ തബ്രി റഹിമഹുല്ലാ, അദ്ദേഹം പറയുകയുണ്ടായി അസ്സവാബ് അന്നല്ലാം ലാമു തഅജ്ജുബ്. ഞാൻ പറഞ്ഞിങ്ങനെ മുൻഗാമികളുടെ വ്യത്യസ്ത വിശദീകരണങ്ങൾ അത് ഒന്ന് പറ്റുന്നതിനെതിരല്ല, മറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ ഉതകുന്നതാണ്. അസ്സവാബ് അന്നല്ലാം ലാമു തഅജ്ജുബ്, അദ്ദേഹം പറയാണ് ഈ ലാം ഈലാഫി ഖുറൈശ് എന്ന് പറഞ്ഞാൽ ലീ എന്താണ്? അത്ഭുതം പ്രകടിപ്പിക്കാനുള്ള ലാമാണ് എന്ന് പറഞ്ഞാൽ ഇഅ്ജബൂ ലിഈലാഫി ഖുറൈശ് വനിഅമതി അലൈഹിം ഫീ ദാലിക്, അല്ലാഹു പറയുകയാണ് നിങ്ങൾ അത്ഭുതപ്പെടൂ നാം അവർക്ക് കൊടുത്ത അനുഗ്രഹത്തിൽ, അവർക്ക് കൊടുത്ത ഈ സൗകര്യത്തിൽ. കാരണം അത്ഭുതം തന്നെയല്ലേ, ആർക്കുമില്ലാത്ത ആ നിർഭയത്വമില്ലാത്ത ആ കാലത്ത് ആ നാട്ടിൽ അവർക്ക് മാത്രം നിർഭയത്വം. അതുപോലെ ഖാല, അദ്ദേഹം പറഞ്ഞു വദാലിക ലിഇജ്മാഇൽ മുസ്ലിമീന അലാ അന്നഹുമാ സൂറത്താനി മുൻഫസിലത്താനി മുസ്തഖില്ലത്താൻ. ഇബ്നു ജരീർ പറഞ്ഞു മുസ്ലിമീങ്ങളുടെ ഇജ്മാ പ്രകാരം ഇത് രണ്ടും വേറെ വേറെ സൂറത്തുകൾ തന്നെയാണ്. ഏതൊക്കെ? സൂറത്തുൽ ഫീലും സൂറത്തു ഖുറൈശും. ثم أرشدهم إلى شكر هذه النعمة العظيمة, അള്ളാഹു ഇതിനു ശേഷം ഈ വലിയ നിഅമത്തിന് നന്ദി കാണിക്കണം എന്ന് അവരോട് ആവശ്യപ്പെട്ടു. അതേതായത്തില ഫലിയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്,
ഏതുപോലെ സൂറത്തു നംലിൽ അല്ലാഹു പറഞ്ഞു 91-ാമത്തെ ആയത്തിൽ ഖുൽ ഇന്നമാ ഉമിർതു അൻ അഅ്ബുദ റബ്ബ ഹാദിഹിൽ ബൽദത്തി അല്ലദീ ഹറമഹാ വലഹു കുല്ലു ഷൈ വഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ. ഖുൽ പറയൂ നബിയെ, ഇന്നി ഉമിർതു ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അൻ അഅ്ബുദ റബ്ബ ഹാദിഹിൽ ബൽദത്തി അല്ലദീ ഹറമഹാ വലഹു കുല്ലു ഷൈ വഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ. ഈ നാട്ടിന്റെ റബ്ബായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, ഇതിനെ ഹറം ആക്കിയ അള്ളാഹുവിനെ, അതുപോലെ വലഹു കുല്ലു ഷൈ അവനുള്ളതാണ് എല്ലാം, എല്ലാം അവൻ്റെതാണ്, ഹറം മാത്രമല്ല എല്ലാം. വഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിമീങ്ങളിൽ പെടാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ ആയത്ത് പോലെയാണ് ഈ സൂറത്തിൽ പറഞ്ഞിട്ടുള്ള ഫല്യഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ശ്രദ്ധിക്കണം, അദ്ദേഹം പറയുകയാണ് ഇബ്നു കസീർ റഹിമഹുല്ലാ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, വലാ യഅ്ബുദു മിൻ ദൂനിഹി സനമൻ വലാ നിദ്ദൻ വലാ വസനൻ, ഒരു വിഗ്രഹത്തെയോ അള്ളാഹുവിന് പുറമെ ഒരു പങ്കാളിയെ നിങ്ങൾ ആരാധിക്കരുത്. ولهذا من استجاب لهذا الامر جمع الله له بين امن الدنيا وامن الاخره. ഈ കാര്യം അള്ളാഹു കൽപ്പിച്ച ഈ കാര്യം റബ്ബിനെ മാത്രം ആരാധിക്കുക എന്നത് ചെയ്താൽ അള്ളാഹു അവന് ദുനിയാവിലും അമ്ന് നൽകും, പരലോകത്തും അമ്ന് നൽകും. الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. ഖുർആനിൽ അള്ളാഹു പറഞ്ഞില്ലേ, ആരാണോ വിശ്വസിച്ചത് എന്നിട്ട് ആ വിശ്വാസത്തിൽ ളുൽമ് കലർത്താത്തത്, ആ ദുൽമേത ശിർക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതാണ്. അവർക്കാകുന്നു അമ്നുള്ളത്, നിർഭയത്വമുള്ളത്. വഹും മുഹ്തദൂൻ, അവരാകുന്നു സന്മാർഗം സിദ്ധിച്ച ആളുകൾ. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഈമാനും അമ്നും തമ്മിൽ അത്രയും ആ പദത്തിൽ പോലും ബന്ധമുള്ളതാണ്. മുഅ്മിൻ എന്തായിരിക്കും? നിർഭയനായിരിക്കും, അവനൊന്നും പേടിക്കാനില്ലല്ലോ. ആരെ പേടിക്കാനുള്ളത്? ആരെയും പേടിക്കാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടിയായ ഇബ്നു അബ്ബാസിനോട് പറഞ്ഞതുപോലെ, വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. മോനെ, നീ അറിയണം, എല്ലാ ആളുകളും ഒരുമിച്ച് കൂടി, ലോകം മുഴുവൻ ഒരുമിച്ചു നിനക്കെന്തെങ്കിലും ഉപകാരം ചെയ്തു തരാൻ, പക്ഷെ ആ ഉപകാരം അള്ളാഹ് രേഖപ്പെടുത്തിയിട്ടില്ല എനിക്ക് കിട്ടണമെന്ന്, എങ്കിൽ അവരെല്ലാവരും കൂടിയാൽ അത് ചെയ്തു തരാൻ പറ്റൂല. ولو اجتمعوا على أن يضروك بشيء لم يضروك إلا بشيء قد كتبه الله عليك. അള്ളാഹു അവരെല്ലാവരും ഒരുമിച്ച് കൂടി നിനക്കെന്തെങ്കിലും ഉപദ്രവം വരുത്താൻ അള്ളാഹു രേഖപ്പെടുത്തിയ ഒരു ഉപദ്രവം അല്ലാതെ അവർക്ക് ചെയ്യാൻ പറ്റൂല. അള്ളാഹ് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലോ ഒന്നും ചെയ്യാൻ പറ്റൂല. എല്ലാവരും കൂടിയാലും നബിമാര് വെല്ലുവിളിച്ചില്ല അവരെ കൗമിനെ, സുമ്മ കീദൂനി ഫലാ തുൻദറു, നിങ്ങളെല്ലാവരും കൂടി കൂടിക്കോ, എനിക്കൊരു നേരവും നിങ്ങൾ തരണ്ടില്ല, ഒരു സമയം തരണ്ട, നിങ്ങളെല്ലാവരും കൂടിക്കോ എനിക്കെതിരെ. ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബിക്കും, ഞാൻ എൻ്റെ റബ്ബിൽ, നിങ്ങളുടെ ഈ റബ്ബായ അള്ളാഹുവിൽ ഞാൻ തവക്കുലാക്കിയിരിക്കുന്നു. മാ മിൻ ഷൈഇൻ ഇല്ലാഹു ആഖിദുൻ ബിനാസിയതിഹാ, ഒരു വസ്തുവില്ല ദുനിയാവിൽ അള്ളാഹു അവൻ്റെ അതിൻ്റെ കുടുമക്ക് പിടിച്ചിട്ടല്ല, അത് മൂർദാവിൽ പിടിച്ചിട്ടല്ല, അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത്. സത്യവിശ്വാസി അവൻ നിർഭയനായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയത്തിൽ നിന്ന്, ഭീരുത്വത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ ചോദിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ ആജിസി വൽ കസൽ വൽ ജുബ്നി വൽ ബുഖൽ വദലഇ ദൈനി വഗലബത്തിർ റിജാൽ. ജുബ്ൻ എന്താ? ഭീരുത്വം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ, അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. അൽ ഹം, ഹം എന്ന് പറഞ്ഞാൽ എന്താണ്? വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു വേവലാതി ഉണ്ടല്ലോ, അതിനാണ് ഹം എന്ന് പറയാം. വൽ ഹസൻ, ഹസൻ എന്നും ചില ഹുസിൻ എന്നും അതിനെ വായിക്കാറുണ്ട്. ഹദീസുകളിൽ ഹർക്കത്തിട്ട് ഹസൻ എന്നാണ് കാണുന്നത്. ഹുസിൻ എന്നും പറയും ദുഃഖത്തിന്. ഹസനിൽ നിന്നും, ഹസൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ചുള്ള ദുഃഖമാണ് ഹസൻ. ഹം എന്താ? വരാൻ പോകുന്നതിനെ കുറിച്ചുള്ള വേവലാതിയും ബേജാറും പേടിയും ഒരു അങ്ങനെയുള്ളൊരവസ്ഥയാണ്. ഇതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വൽ ആജിസി വൽ കസൽ, ആജിസ് പറഞ്ഞാൽ കഴിവില്ലായ്മ, ഒരു ശേഷിയില്ലായ്മ. വൽ കസൽ മടി, വൽ ജുബൻ ഭീരുത്വം, വൽ ബുഖൽ പിശുക്ക്, വദലഇ ദൈൻ കടത്തിന്റെ ഭാരം, വഗലബത്തിർ റിജാൽ ആളുകൾ തോൽപ്പിച്ച് കളയുക, അല്ലെങ്കിൽ കടത്തിന്റെ പേരിൽ ആളുകൾ വന്ന് എതിർക്കുക, ബുദ്ധിമുട്ടിക്കുക, പരാജിതനാവുക, ആളുകൾക്കിടയിൽ ആളുകൾ നമ്മളെ അതിജയിക്കുക. ഇതിൽ നിന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടിയിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ ആജിസി വൽ കസൽ വൽ ജുബ്നി വൽ ബുഖൽ
വളഇദ്ദൈൻ വഗലബത്തി റിജാൽ. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും അമ്നിലായിരിക്കും. ഈ സൂറത്തിനെ കുറിച്ച് ഇനിയും പറയാനുണ്ട്. വേഗത്തിൽ പറഞ്ഞു തീർത്തിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ആഴ്ച പറയാം. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് നന്നായി പഠിക്കുവാനും പഠിച്ചത് ജീവിതത്തിൽ പാലിക്കുവാനുമുള്ള തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഈ വാക്കിലും പ്രവൃത്തിയിലും നീ ഇഖ്ലാസ് പ്രദാനം ചെയ്യണമേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم بارك لنا في علمنا، اللهم زدنا علما نافعا وعملا متقبلا. اللهم بارك في هذا البيت وأهله، وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.